എനിക്ക് വയ്യ. അയ്യോ എന്റെ ദൈവമേ. എങ്ങനുണ്ട്? ഒരു ലൈറ്റ് കൂടി ഇടാനുണ്ട്. നിങ്ങൾ അതിലെ മുട്ടത്തുനിന്ന് തീക്കോയി കയറി വന്നിട്ടേ പിന്നെ ഇടയ്ക്കൊരു ഉപ്പേറ കട്ടപ്പന തിരിവ് വരുന്നുണ്ടല്ലോ. അത് മറ്റേ പാലത്തെ കൂടെ വരുന്നു. ഒന്ന് പാലം കയറി വരും, ഒന്ന് പാലം കയറാതെ വരും. 4-ാം മൈലിൽ വരും. 4-ാം മൈലില് തിരിയുന്ന ഹൈവേ വന്നിറങ്ങുന്നു. ആ വഴി കയറി. പക്ഷെ വഴി നല്ലായിരുന്നു. പതുക്കെ വരണ വന്നേ കുറച്ച്. നിങ്ങൾ നേരെ വാഗമണ് വന്നിട്ട് പേട്ടയിൽ നിന്ന് വന്നിട്ട് വാഗമണ് വന്നിട്ട് നേരെ മുന്നോട്ട് വരുമ്പോ ഒന്ന് മൂലമറ്റം പോകുന്ന വഴി, ഒന്ന് ഉപ്പുതറ വളവോട് വരുന്ന വഴി. ബാഗിന്റെ അകത്ത് തന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ബാഗ് എടുത്തിട്ട് വരണം എന്ന് പറയുന്നത്. ഒത്തിരി ലേറ്റൊന്നും ആയില്ല. ഞങ്ങൾ കടയിലേക്ക് കയറി, അതിലേക്ക് കയറി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറെ എടുത്ത് നിന്ന് അങ്ങനെയൊക്കെയാ വന്നത് അല്ലേ. ബാഗ് പുറത്താ. ഒരു ബാഗ് അവിടെ ഇരിപ്പുണ്ട്. കവറൊക്കെ കൊണ്ടുവന്ന് ചോദിച്ചേ. അത് കണ്ടില്ല, ഞാൻ കണ്ടില്ല. എന്തോ ഉടായിപ്പാണല്ലോ രണ്ടും കൂടെ. അതെ ആ ബാഗ് എടുത്തിട്ട് വന്നു വെക്കാം. ബ്രൂട്ടീഷൻ ബാഗാണോ? എനിക്ക് വയ്യ. ആ വീടിന്റെ സെറ്റപ്പ് കൊള്ളാട്ടോ. വീടൊക്കെ ഞങ്ങൾ നോടി നടന്ന് കാണണം ഒന്ന് സമാധാനപരമായിട്ട്. അതെ ആ കൊടുക്ക്. ജ്യൂസ് തണുപ്പൊന്നും വിഷയമില്ലല്ലോ. ഇപ്പൊ നോക്കും എന്നെ വേണ്ട. കാന്താരി വേണോ? എരി വേണോ? പിന്നെ എന്നെ നോക്കിയേ. ആണോ? ആ ഇപ്പൊ എല്ലാം കണ്ടുപിടിച്ചു. ഇല്ല വഴിയറിയത്തില്ല. ആ പപ്പ ഇവിടെ പറഞ്ഞായിരുന്നു. ആളെ കൊണ്ടാ വന്നേ. എന്നോട് ചോദിച്ചേ ആ പള്ളി നമ്മൾ അത്രയും ദൂരം കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു അടയാളം എന്ന് വെച്ചാൽ പള്ളിയൊക്കെയാ. ആ പള്ളി നേതാന്ന് ചോദിച്ചാൽ ഞാനിത് ആദ്യമായിട്ടാണ്. വാഗമണ് വന്നിട്ട് നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് ചപ്പാത്ത് വഴിയാണോ വന്നേ? അതെങ്ങനാ ശരിയാവുന്നേ? സംഭവം എന്നറിയോ? നമ്മുടെ കാറ്റാടിക്കവലയ്ക്ക് അപ്പുറത്തുനിന്ന് ഇവര് നേരെ നമ്മൾ പണ്ട് ആ ഓട്ടോ കൊണ്ട് പോയ വഴി ഇങ്ങോട്ടുള്ള ഇടത്തെ വഴി വന്നാൽ മതിയായിരുന്നു. അതിനകത്ത് നിങ്ങൾ വലത്തോട്ട് കയറി അങ്ങ് പോയി. അല്ല വലത്ത് വഴി വന്നേ. അല്ല ഇടത്ത് വഴി വന്നേ. വലത്തോട്ട് വന്നാൽ നിങ്ങൾ ചപ്പാത്ത് ചപ്പാത്തല്ല. ഒന്ന് ഉപ്പേറ സൈന, ഒന്ന് കട്ടപ്പന സൈന. അതെ കട്ടപ്പന കയറാൻ ഉപ്പേറ കയറിയ പാലത്തിന്റെ അവിടെ വരുവായിരുന്നു. ഉപ്പേറ കയറിയത് വഴി അറിയത്തില്ലാത്ത മണ്ടന്മാര് രണ്ടും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കമ്പിളിയും പൊതിച്ച് കിടന്ന് ഉറങ്ങും. എന്റെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോ ഞാൻ തല പോകും. അന്നേരം എനിക്ക് വഴി അറിയത്തില്ല. ഞാൻ ജോസേട്ടൻ്റെ അടുക്ക കഴിഞ്ഞ ദിവസം ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു പേട്ട കൂടി പേട്ട പോകണ്ട, പക്ഷെ തീക്കോയി വന്ന് വാഗമണ്ണ് കൂടി വന്നാൽ മതി എന്ന് പറഞ്ഞു. അതാ നല്ല വഴി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോ വാഗമണ്ണിന്ന് വളവോട് വഴിക്ക് കയറണമായിരുന്നു. ആ വളവോട് വഴിക്കാണെങ്കിൽ നിങ്ങൾക്കൊരു എങ്ങനെയാണ്ട് ഒരു 5-8 കിലോമീറ്ററിന്റെ ലാഭം കിട്ടിയത്. കേട്ട് പഠിച്ചോ കേട്ടോ. കേട്ട് പഠിച്ചോ. ഇനി വരുമ്പോ തെറ്റാതെ വരണം. ബൈക്കിനൊന്ന് പോയി കറങ്ങി. ആ ബൈക്കേലാകുമ്പോ അറിയാം, കണ്ടറിയാം. ഞാൻ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്കൂടെ പോവാൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ പോവാൻ വേണ്ടി പപ്പ അത്യാവശ്യമേ നമ്മുടെ ഇവിടെ ഈ വണ്ടി കയറ്റി ഇറക്കും പാടാ കാറ്. അപ്പൊ അത്യാവശ്യം നിങ്ങൾക്കൊന്ന് പോകണമെങ്കിൽ
രാവിലെ ഞാൻ പോയി ഫുൾ ടാങ്ക് പെട്രോൾ അല്ലേലും ഞങ്ങള് കറങ്ങാൻ പ്ലാൻ ചെയ്താ വന്നേ. സമയം ഇപ്പം 3:45. നിങ്ങൾ വന്നിട്ട് ആഹാരം കഴിച്ചോ? ഞാൻ എപ്പോ വിളിച്ചു പറഞ്ഞ 1 മണിക്ക് വിളിച്ചു പറഞ്ഞ കഴിച്ചോളെ. നമ്മൾ എത്തണ്ടായിരുന്നു കേട്ടോ, ആ ടൈമിൽ എത്തണ്ടായിരുന്നു, എല്ലായിടത്തും ഇറങ്ങി. ഇറങ്ങി സാരില്ല. പിന്നെ പ്ലാനൊക്കെ മാറി. തൊടുപുഴ എത്തിയപ്പോ അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും സാധനം മേടിക്കണമെന്നായി, എനിക്ക് വാഴക്കൊല മേടിക്കണമെന്നായി. വാഴക്കൊല മേടിച്ചാണോ? ഫ്രഷ്. ഇന്നാ അപ്പന് വാഴക്കൊലന്ന് പറഞ്ഞെടുത്ത് കിടന്ന. ഇങ്ങനെ പല പല പ്ലാനുകളായി. അവിടെ വന്നു കഴിഞ്ഞപ്പോ ആള് വേറെ വേറെ സാധനങ്ങളാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എല്ലാ ടൈം ഞാൻ ഓർത്ത് ഡയറക്റ്റിങ് വരുവാണല്ലോ. പക്ഷെ ഓരോ സ്ഥലം വരുമ്പോഴും ആൾക്ക് വേറെ വേറെ സാധനങ്ങൾ ഇങ്ങോട്ട് മേടിക്കണം. അപ്പൊ പിന്നെ സമയം കൂടിപ്പോയി. എന്നാ സാരില്ല. 11:30 ആയെന്ന് തോന്നുന്നു. നിങ്ങള് 11:30 കഴിഞ്ഞപ്പോഴെങ്ങാണ്ട് ഇറങ്ങി എന്നെ വിളിച്ചത് അപ്പോഴാ. ആ സമയത്താ. എളുപ്പല്ലേ, നേരെ തൊടുപുഴന്ന് നേരെ വട്ടം കയറി കഴിഞ്ഞാൽ അവിടെ ഇത്രയും തിരിഞ്ഞല്ല. ഇവിടെ ഒന്നുകൂടെ പോയിട്ട് വേണ്ട, ഒന്നുകൂടെ ക്ലിക്കാവേ. പോയിട്ട് വന്ന ഇനി ഇവിടെ ഫുള്ള് ട്രോളായിരിക്കും. അതെ, 2 ഭാഷ 2 ഇതല്ലേ, സ്ലാങ് വേറെ വേറെ. ഒരിച്ചിരി ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. പോണം പുള്ള. ഇവക്ക് അല്ല ഇവൾക്കെന്ന് എങ്ങനെ പറയുന്നേ? അങ്ങനെ എന്തോ അഞ്ചൽ ചേച്ചി എന്തോ ഇവക്കെന്ന് പറഞ്ഞപ്പോ എന്തോ വേറെന്തോ ഒരു ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് അയ്യോ ഇതൊക്കെ പഠിക്കുന്ന എങ്ങനെയാ, ഇനി ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും. പിന്നെ കൊച്ചോടെ നോക്കിയിരിക്കാതെ ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയിട്ടാ വന്നത്. ആണോ? കള്ളന്മാര്. ഞാൻ കൊച്ചിനോട് പറഞ്ഞു വേണേ വിശക്കുന്നുണ്ടെ കഴിച്ചോളെ. അങ്ങനെ പറഞ്ഞു ചേച്ചി വന്നിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. ആണോ? ചേച്ചി ചേട്ടനും വരട്ടെ, എന്നിട്ട് ഒന്നിച്ച് കഴിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങള് കടയിൽ നിന്ന് കഴിച്ചില്ല. ഇല്ലേ? ഞാൻ ഓർത്ത് നിങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് ഉച്ചക്ക് വരുമെന്ന് ഓർത്തെ. അവിടെ ഇനി വേറെ ടീമുണ്ട്, മാമിയുടെ പിള്ളേര്. ആണോ? അവരെ ഇപ്പൊ വന്നു കാണും. വരുന്നത് അന്വേഷിക്കും. ചെരുപ്പ് വരുന്നതിന് മുമ്പേ ചോദിക്കും മാമി എന്ത് ചെയ്തു. കുറെ നേരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ അച്ഛമ്മ ഇറങ്ങി പോയതാ. പിള്ളേരൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു ഇറങ്ങിപ്പോയി. കുറെ നേരം നിങ്ങളെ നോക്കിയിരുന്നു. പിന്നെ അക്കരയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഞാൻ വണ്ടിക്ക് കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു അവര് വന്നോന്ന് ചോദിച്ചു. പിന്നെ ഇല്ലെന്ന് പറഞ്ഞു. വന്നത് കഴിക്കാൻ പറഞ്ഞപ്പം പറഞ്ഞു 2 ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഞങ്ങള് ഈ ഡ്രസ്സ് മാറി കഴിഞ്ഞാ പിന്നെ വിഷയ, അതായത് നമ്മൾക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു സാധാരണ പുടവ കൊടുക്കത്തില്ല എന്നൊക്കെ ചോദിക്കുന്നില്ലായിരുന്നു. അപ്പം എന്റെ കല്യാണ സാരിയും എന്റെ 2ാമത്തെ സാരിയാണിത്. ഇത് 2ഉം ചേട്ടന്റെ വകയാണ്. അപ്പം ചേട്ടനാണ് വാങ്ങിയത്, ചേട്ടന്റെ വീട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം കല്യാണ സാരി അന്ന് കൊടുത്തു. നമുക്ക് സമയം കാണത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അന്ന് മാറി കൊടുക്കാനൊന്നും നിന്നില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള വേറെ സാരിയാണ് മേടിച്ചത്. അപ്പൊ ഇത് വിരുന്നിന് വരുമ്പോ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു. അതാണ് ചേച്ചി ഉടുപ്പിച്ചത്. ഇതിന്റെ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും അഭിപ്രായം പറയണേ. പൊന്നൂസിന് ഈ കളർ ചേരുവോ, നല്ല കളറാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് സാരി ഉടുക്കാറുള്ളത് കൊണ്ട് ചേച്ചിയാണ് ഉടുപ്പിച്ചത്. മൂത്ത നാത്തോണല്ലേ? അക്കുചേച്ചി ഉണ്ടായിരുന്നു. അക്കുചേച്ചി പിള്ളേരെ വിടുന്ന തിരക്കിലായിരുന്നു. അപ്പൊ അഞ്ജലി ചേച്ചി ഉടുപ്പിച്ചു തന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ ഉടുപ്പിച്ചു തന്നേക്കുന്ന കേട്ടോ. അത് ഇച്ചിരി കൂടെ നല്ല ഭംഗിക്കൊക്കെ ആയിരുന്നു ഇരുന്നത്. ഞാൻ പിന്നെ വണ്ടിയുടെ ഒരു 10 എടുത്ത് ഇറങ്ങി കേറി കുളവാക്കി കളഞ്ഞതാ. അപ്പൊ ഇത് ഊരുന്നതിന് മുമ്പ് ഞങ്ങൾ 2 ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തു. ക്യാമറാമാൻ എല്ലാം സെറ്റ് ചെയ്യൂ കേട്ടോ. ഇവിടെ പിന്നെ പൂച്ചയും കിളിയും പക്കിയും ഇഷ്ടംപോലെ. ഇന്ന് അതിനൊന്നും പിടിക്കാൻ സമയം കിട്ടിയില്ല. സാരില്ല. ഏത് സൈസിലെ ക്യാമറ വേണേലും കയ്യിലുണ്ട്. വന്യമൃഗത്തിനെ പിടിക്കുമായിരുന്നു. എന്റെ ഫോട്ടോ ഞാൻ എടുത്തത്. വന്യമൃഗത്തിനെ പിടിക്കുമായിരുന്നു. പൂച്ചനെ പറ്റിട്ടൊന്നും കിട്ടിയില്ലത്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫോർമാറ്റ് വരും. ഇത് കണ്ടോ, ഇതില് ഹാഫ് പ്രസ് ചെയ്യുമ്പോ ഫോക്കസ് ആവും. ഫോൺ തരാം. വേണ്ട പിടിച്ചോ കിട്ടും. ചേച്ചിയുടെ ഫോട്ടോ എടുക്കാൻ പോട്ടോ. ഇവിടെ സെൻസർ ഉണ്ട്. ഇത് അവിടെ അല്ല, ഇത് കണ്ടോ, ഇത് കണ്ണിലേക്കുള്ളതാ. കണ്ണിലേക്ക് വരുമ്പോ ഈ മറ്റേ ഡിസ്പ്ലേ ഓഫ് ആവും. അടിച്ച്
ഒറ്റ ഞെട്ടി. നമുക്ക് എടുത്ത് നോക്കാം, ട്രൈ ചെയ്യാൻ കേട്ടോ. അതെ, എല്ലാം കിട്ടിയാ മതി. എനിക്ക് അയ്യോ അയ്യോ ഞാൻ എന്തൊക്കെ കണ്ടാലാണെന്ന്. കൊച്ചിന് ഇപ്പൊ ഈ കടിക്കും. കുറച്ച് ഇങ്ങനെ ആ കട്ടിൽ കിട്ടാതെ വെച്ചിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് നീങ്ങി നിൽക്കുവാണേ. കിട്ടുന്നുണ്ടോ? വയറ് കാണുന്നുണ്ടോ? എടുക്കുവാണ്. താൻ എന്നെ ഫോക്കസ് ചെയ്യുന്നു. അത് വൈഡാ. എനിക്ക് എടുക്കാറെത്തില്ലല്ലോ. അത് വേറെ സത്യം. നോക്കിക്കേ. എല്ലാം കിട്ടിയോ? ഇതിന് കുഴപ്പമില്ല. കിട്ടിയോ? ആ കണ്ണ കേട്ടോ, ഫോക്കസ് ആയോ? എങ്ങനെ സഹായിച്ചു? എങ്ങനെയൊക്കെ 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 കിട്ടിയതാ. പക്ഷെ എനിക്ക് ഫോണിൽ പോലും ഫോട്ടോ എടുക്കാൻ നേരത്തെ അറിയത്തില്ല കേട്ടോ. ഞാൻ എടുക്കുകയല്ല. കിട്ടിയോ? ഇതെന്ത് സംഭവം? ഇനി എന്നാന്നറിയോ, സെന്റർ പിടിച്ചോ. ഇത് കിട്ടിയാലും കുഴപ്പമില്ല. സെന്റർ ചെയ്തു, ക്യാമറയ്ക്ക് സെന്റർ ചെയ്തു. അല്ല ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ക്യാമറ സെന്റർ ചെയ്തു. അതായത് ഞങ്ങൾ സ്ക്രീനിന്റെ സെന്റർ കിട്ടും. സെന്ററില് സൈഡ് പോലെ. സെന്ററില് ഇത്രയല്ലേ ഉള്ളൂ. അല്ല ഇങ്ങനെ നിൽക്കണം. അതെ, എന്നാ അങ്ങനെ ഞങ്ങളെ കിട്ടണേ. ശരിക്കും മനുഷ്യരെ നിങ്ങളെല്ലാം ചിരിക്കാതെ നോക്കിക്കേ. രാധമ്മ വന്നു. രാധമ്മ വീട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇൻട്രോ ഒക്കെ ഇന്ന് ഞങ്ങൾ സ്വന്തമായിട്ടാ പറഞ്ഞേക്കുന്നത്. ആരെയാട്ടാ ഞങ്ങൾ ഇൻട്രോ ഒക്കെ പറഞ്ഞേക്കുന്നത്. ഇനി തൊട്ട് അതെ, ഇനി തൊട്ട് ഞങ്ങളുടെ ഫോട്ടോ എടുപ്പ് വീഡിയോ എടുപ്പ് ഒക്കെ വരാനുള്ള. അച്ചോടാ എന്നാ പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളൊന്ന് കൂട്ടിയതേ. ഞാൻ ഗ്രാമസഭ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് 1:30 എപ്പോഴാണ് തീർന്ന്. വീട്ടിൽ നിന്ന് 2 മണി കിട്ടും. അന്ന് കുളിച്ച് ഇവിടെ വെള്ളം കുറവില്ല. അച്ചോടാ. രാധമ്മ മേടിച്ചെന്ന കമ്മലൊക്കെ ഇട്ടുണ്ട്. അതെ, രാധമ്മ അയച്ചെന്ന കമ്മല കേട്ടോ ഇത്. നല്ല കമ്മല. അതെ, കല്യാണത്തിന് പറ്റിച്ചു. കല്യാണത്തിന് ഞങ്ങൾ പെയർ ഇട്ടപ്പോഴത്തേക്കും ഇതിടാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് ഇപ്പൊ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കേ, നല്ലതാണോ? സാരിയെ കൊടുത്തിട്ട് സാരി ഒന്നും കൊടുത്ത് നേരത്തെ കണ്ടിട്ടില്ല. ഇല്ല, കഴിക്കണം. ഉടുപ്പ് മാറിയിട്ട് കഴിക്കണം. ഞാൻ മാറുന്നില്ല, നീ മാറിക്കോ. അതിനാ അത് അതിലൊക്കെ ചെളിയാകും. എവിടെ പാൻറ് ഉടുപ്പ് എല്ലാം ചെളിയാകും. എന്നാ ഞാൻ മാറുന്നുണ്ട്. മാറിക്കോ. അയ്യോ, സാരി മാറിയില്ല, ഭയങ്കര ഇതായിരിക്കും. നമ്മുടെ വളയതാ ഇതോ. അത് ചളങ്ങിയിരിക്കുന്നേ. അതെങ്ങനെ ഇറങ്ങി? അതെങ്ങനെ എന്തേലും ചളിങ്ങിയതായിരിക്കും. ഇട്ടപ്പച്ചാറിയുടെ ചെളിങ്ങിയത് അല്ലെങ്കിൽ ഞാൻ കിടന്നപ്പോഴും എല്ലാം ചളങ്ങി. ചളിങ്ങിയതായിരിക്കും. കിടക്കുമ്പോ ഇങ്ങനെ കയറ്റി ഇട്ടോണ്ട് കിടക്കണം. എന്താ ഇങ്ങനെ അത് എന്റെ കയ്യിന്റെ ആണെന്നും പറയാൻ പറ്റത്തില്ല. വലുതാ. ഓ, വളയിടേണ്ട രീതി പറഞ്ഞ കേട്ടായിരുന്നോ? കിടക്കുമ്പം പുറകിലോട്ട് ആക്കിയിടണം. ഇങ്ങനെ ഇങ്ങനെ കയറ്റി ഇടണം. ഞാൻ ഊരി വെച്ചിട്ടാ കിടക്കുന്നത്, എന്നിട്ട് ചളങ്ങി. ആണോ? ഞാൻ പോയി ഉടുപ്പ് മാറ്റാം. മണ്ടൻ, തനിക്ക് അറിയത്തില്ല അതൊക്കെ എങ്ങനെ ഇടണ്ടത്. പോട്ടെ, എന്താ എന്നാ ഉടുപ്പ് വരട്ടെ, നമുക്ക് കഴിക്കാട്ടോ. രണ്ടുപേരോട് ഞാൻ റൂം അത്ര കഷ്ടപ്പെട്ട് അങ്ങനെ ആക്കിയതല്ല, ഇത് കണ്ടിട്ട് പോകാം നമുക്ക്. എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടോ? എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ വെച്ചിട്ടുണ്ടോ? സർപ്രൈസ് ഒന്നുമില്ല, ചേട്ടായി ഇല്ലാത്തോണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറുതായിട്ടൊക്കെ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആണോ? അപ്പൊ പോയി കണ്ടു നോക്ക്. എന്നാ നമ്മുടെ റൂമിലോട്ട് പോയേക്കാം. ചെന്ന് അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കാം. എനിക്ക് വയ്യ. എനിക്ക് വയ്യ. ഇതാണ് നമ്മച്ചെടുത്തത്. ഇത് റോസാപ്പൂ വെള്ളത്തിലേക്ക് കിടക്കണേ. റോസാവ് വെള്ളത്തിലൊക്കെ തിരിയോ? ആണോ? അതെനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. കൊച്ചിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് തിരിയിടാം. അതെ. അയ്യോ അയ്യോ, അപ്പൊ കൊച്ചു പുറത്തായി. റൂമിൽ അതെ, എന്റെ കിടപ്പാടം പോയെന്ന്. കാണാൻ പോയത്. അയ്യോ. അയ്യോ, എന്നാ സാധനം അത് സ്പ്രേ. ആണോ? ആ, ഞാൻ അങ്ങനെ വെച്ചെന്നാ. അയ്യന്റെ നോക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലേ? ആണോ?
അതായിരിക്കും ആ നോട്ടത്തിന്റെ കാരണം അല്ലേ? സ്പ്രേ പ്രാന്തനാട്ടോ, ഭയങ്കരമായിട്ട് സ്പ്രേ ഇഷ്ടാ. കോപ്പി എനിക്കറിയാൻ പാടില്ല കേട്ടോ, പിന്നെ എല്ലാ സ്പ്രേയും തുറന്നു നോക്കുക. സ്പ്രേയൊക്കെ ഭയങ്കര- ആണോ? അയ്യോ ഒരെണ്ണം വലിയ ഇഷ്ടപ്പെട്ടല്ലോ. അടിക്കുമ്പോഴല്ല അടിച്ചു കഴിയുമ്പോൾ ആണോ? എനിക്ക് വയ്യ. കുറെ ഇഷ്ടാണ്. അപ്പൊ ഏതാ എന്താണെന്ന് അറിയത്തില്ലാത്തോണ്ട് കുറെ ഞാൻ വാച്ചതായില്ല. അരിച്ചു പറക്കിയല്ലേ എന്നെ പോലെ അല്ലേ? എന്നെപ്പോലെ നിന്റെ കോപ്പിയാ, എന്റെ കോപ്പിയാ. എല്ലാം തപ്പിയെടുക്കുന്നുണ്ടോ? ചേട്ടാ നമുക്ക് പിന്നെ തപ്പാം. ഈ തലടിക്കില്ല. അയ്യോ ജസ്റ്റ് മിസ്സാ. തലമുടി തട്ടിപ്പി മൊത്തം കോപ്പിയിലാണ് അല്ലേ? ഞങ്ങൾ ഒറിജിനല് കാശ് കൊടുത്ത് മേടിക്കത്തുള്ളൂ. ഈ 500, 450, 350 ദറംസ് കൊടുത്ത് എന്തിനു മേടിക്കുന്ന? നാട്ടിലെ 7000, 10000 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ 200, 300 സാധനങ്ങള് കോപ്പിയൊക്കെ വെച്ച്. അത് കൊള്ളാം, അത് കൊള്ളാം, അത് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണയല്ലേ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന്? അതെ അടിപൊളി ആണോ? കൊള്ളാവോ? സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ആ എല്ലാം ഒളിഞ്ഞു നോക്കുക. അയ്യോ മറ്റേ ആ സാധനം ഇല്ലേ ഇരിക്കുന്ന മറ്റേ എയർ ബാഗ്, അതിന്റെ എയർ ആരാണ്ട് ഊരി വിട്ട്. ആ അതിപ്പോ കട്ടിലിന്റെ ഇരിപ്പുണ്ട്. അയ്യോ പറയാൻ പാടില്ലായിരുന്നു, എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു. പമ്പ് ഇവിടെ ഉണ്ട്, നമുക്ക് അടിക്കാം, പിന്നെ അടിക്കാം. വിശക്കുന്നുണ്ട്. അപ്പം ഇതായിരുന്നു ഇവർക്ക് വേണ്ടി ഒരുക്കിയത്. അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ ചേട്ടായി ഉണ്ടായിരുന്ന കുറച്ചുകൂടെയൊക്കെ അടിപൊളിയൊക്കെ ആയിരുന്നു. പാവം പോയി കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും ഇല്ലല്ലോ. ആ അതുകൊണ്ട് അപ്പൊ രണ്ടുപേരും ഫ്രഷ് ആയിട്ട് വാ. അതെ ചോറ് കറികള് എല്ലാം നിരന്നിരിപ്പുണ്ട്. ബാക്കി എല്ലാ ഐറ്റംസും എല്ലാം ഇവിടെ നിരന്നിരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചേട്ടന് വേണ്ടി ഒരുക്കിയതാ അല്ലേ? അപ്പം സമയം പോയി, 1:30 കഴിഞ്ഞു. പിള്ളേർക്കും വിശക്കുന്നുണ്ട്, നമുക്കും വിശക്കുന്നുണ്ട്. അവര് പറഞ്ഞാന്ന് കഴിച്ചോളാം കേട്ടോ. അവരും കൂടെ വന്നിട്ട് നമുക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുവായിരുന്നു. ഇപ്പൊ ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് കഴിക്കാം. ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നേ. ആരും കണ്ടിട്ടുണ്ടോ? പുറത്തൂടെ ആരാണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. അവള് കിടന്ന് കുറയ്ക്കുന്ന ഒച്ചയാക്കാം. അവര് വലിയ തുണിയൊക്കെ മാറിയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം. എന്നിട്ട് പിള്ളേര് പുറത്തൊക്കെ പോകണമെന്ന് പറഞ്ഞോണ്ടാണ് ഇരിക്കുന്നത്. വീണ്ടും കറങ്ങാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. രാഘവ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതെ മടുത്ത് നടന്നാ കയറി കയറ്റം കയറി വന്നതാ. മടുത്തു. രാവിലെ മതി നടപ്പാ. രാവിലെ പോയി പോയിട്ട് വന്നപ്പോ 2 മണിയായി. അവിടുത്തെ കുളിച്ചിട്ട് കയറി വന്നു. തൊഴിലുറപ്പിന്റെ ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ അന്നേരം എല്ലാവർക്കും ഒന്നും പോകണ്ട, തൊഴിലുറപ്പിന് പോകുന്നവർക്ക് മാത്രം. ഇപ്പൊ രണ്ടുപേരും വിശന്നൊക്കെ വന്നല്ലേ, ഇച്ചിരി ചോറൊക്കെ കൊണ്ടിട്ട് ബാക്കി വർത്താനം അല്ലേ? എനിക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങള് ഒരു കാപ്പി മാത്രമേ കുടിച്ചുള്ളൂ. ആണോ? കറികളൊക്കെ നോക്കുന്നുണ്ട്, കണ്ട് കറിയിലാണ്. എന്നെ വേണ്ടെന്ന് വെച്ചാ ഇഷ്ടം അനുസരിച്ച് എടുത്ത് കഴിച്ചോണം അല്ലേ? പിന്നെ ശരി ഇഷ്ടമാണ് എനിക്ക് തോന്നി. അവിയൽ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോയപ്പം അടുത്ത പാത്രത്തിൽ അവിയലൊക്കെ കോരി തിന്നുന്ന കണ്ടു. അതെന്റെ പാത്രത്തിൽ. അയ്യോടാ. അപ്പം കഴിക്കട്ടെ അല്ലേ? രണ്ടുപേരും ഇവിടെ നടന്ന് വീടൊക്കെ കാണുവാ ചേട്ടൻ. ഇഷ്ടപ്പെട്ടോ? ആണോ? വെള്ളയല്ലേ അത്? കരിമനടിച്ച് മുണ്ട് അലക്കുന്നുണ്ടോ, എന്റെ വെള്ള ഷർട്ട് അലക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇത് ഇന്ന് അലക്ക് നടക്കത്തേ ഇല്ലെന്ന്. വൈകുന്നേരം അലക്കാന്ന് പറഞ്ഞപ്പോ രാവിലെ തന്നെ അലക്കണോ? വൈകുന്നേരം ആകുമ്പോഴത്തേന് വെയില് പോകുകയല്ലേ, അലക്കുന്നതിനൊക്കെ ചോദിച്ചു എന്നോട് തോന്നിച്ചോണ്ട് നിന്നു. ഞാൻ പറഞ്ഞു നടക്കുകയല്ല, ഇന്ന് എനിക്കൂടെ പണിയാണ്, അടുക്കളയിൽ ഇറങ്ങാൻ നേരം കിട്ടിയല്ല, ഞാൻ വൈകിട്ടേ അലക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് കയറി വെച്ച് ബക്കറ്റും സോപ്പും എല്ലാം കൂടെ എടുത്തോണ്ട് പോകുന്നുണ്ടോ. ഞാൻ വിചാരിച്ചു അലക്കിക്കോട്ട്. ഞാൻ അലക്കി ഉണക്കി മടക്കി എടുത്ത് സ്വന്തം ഡ്രസ്സ് ഫുള്ള് അങ്ങനെ വേണം. ഇനിയിപ്പൊ എന്റെയും കൂടെ കൊടുക്കാം. എന്റെ ഒരു 2-3 ജോലിയുണ്ട്. മൈനേനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ക്യാമറ എടുക്കാൻ പോയതാണ്.
ഇപ്പൊ വരും ഞാനത് മൈന കാരണം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പോടൂന്ന്. തുണി വിരിച്ചോണ്ട് പക്ഷെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ മൂവ് ചെയ്യുന്ന ബേർഡ്സിനെയൊക്കെ ആദ്യം ഫോക്കസ് ചെയ്യാൻ പഠിക്കണമെന്നാ പറഞ്ഞത്. പഠിക്കണം. അങ്ങനെ ചെയ്ത് പഠിച്ചാല് ഫോട്ടോഗ്രാഫി എളുപ്പമാവും, ഫോക്കസിങ് ഇതൊക്കെ ഉണ്ടാവും പറയുന്നത്. എന്നോട് അങ്ങനെയാണ് പറഞ്ഞു തന്നത്. ഞാൻ ഫോട്ടോയ്ക്ക് ഫോക്കസ് പിടിച്ച് വരുമ്പോ കിളിയുടെ വഴിക്ക് പോകും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നോക്കാറില്ല, പക്ഷെ പുള്ളി പിടിക്കും. ചേട്ടാ ചെയ്യും. അതേ വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. ഒച്ച വെച്ചാ പോവും അത്. അതിനെ ഇപ്പൊ എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടാണേ ആ മൈനേനെ എടുക്കാൻ വേണ്ടിയാ. കിട്ടിയോ? എന്നല്ലേ തത്തയുണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ. കാണിച്ചതൊന്ന് രണ്ട് കത്തുണ്ട്. ഇങ്ങനെ വെച്ചാ കാണത്തില്ല. ഇങ്ങനെ ഓ കാണാതിരിക്കും. ഇവിടെ ലൈറ്റ് അല്ലേ? ഓ കാണാം. കാണാം. ശല്യൊന്നും ഇല്ലെന്ന്. ഓ പ്രശ്നക്കാരനല്ല അല്ലേ? രണ്ടൊന്ന് കിളി, രണ്ടൊന്ന് പറവ, രണ്ടൊന്ന് ചെറിയ വിത്തില്, ചെറിയ പക്ഷികള്, അതൊക്കെ കണ്ട ഞാൻ ഹാപ്പിയാണെന്ന്. അയ്യോ പാവുണ്ട്. പക്ഷെ അത് അങ്ങനെ എടുക്കുന്നത് നല്ല ഒരു നമുക്കൊരു കഴിവാണത് ചെയ്യണമെങ്കിൽ. കണ്ടു കഴിഞ്ഞാല് അതിനെ അന്നേരം എടുക്കാനായിട്ട് പഠിക്കാന്ന് പറഞ്ഞ നല്ല ഇതാ. നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നേ. നമ്മളിതിനെ കണ്ട കിളിയാണോ അതങ്ങ് പോയി, അത്രേ ഉള്ളു. ക്ഷമ വേണം ഇതൊക്കെ എടുക്കണമെങ്കിൽ. ക്യാമറ നമ്മുടെ കൊച്ചുമോന് ക്യാമറയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നടന്ന് കിളിയൊക്കെ ഷൂട്ട് ചെയ്യാണ് പ്രധാന ഹോബി. അതെ പോയി ഒരെണ്ണം അയ്യോ എല്ലാം പോയി. ഇതേ പോന്നു പോയി എല്ലാത്തിനെയും ഓടിച്ചു വിട്ടു. അതെന്നതാ? പേരെന്നാ? തത്തനെ പോലത്തെ സാധനല്ലേ അതേ നിൽക്കുന്നു. മനസ്സിലായില്ല, കേട്ടില്ലെന്ന് പറയാം. അയ്യോ